ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലി കിട്ടിയതറിഞ്ഞ് അമ്മ പ്രാർത്ഥിക്കാനായി പറയുന്ന പോലെ തോന്നിയപ്പോൾ വീണ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലാം. അവിടെ വിളക്ക് കത്തിച്ചത് കണ്ട് അടുത്തിരുന്ന് പഠിക്കുന്ന കല്ലുവിനോട് ആരാ ഇന്നിവിടെ വിളക്ക് കത്തിച്ചതെന്ന് വീണ ചോദിക്കുക. കുഞ്ഞിയല്ലാതെ ആരാ ഇവിടെ വിളക്ക് കത്തിക്കുക എന്ന് കല്ല് പറയുന്നത് കേട്ട് കണ്ണൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുക. പിന്നീട് മിഥുൻ സാറും നീനയും ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് വരിക. അങ്ങോട്ട് വന്ന വീണ, എടി ഞാനിപ്പോൾ നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ, പോടി കുളൂസ് അടിക്കാതെ, ഞങ്ങളെ വീണയ്ക്ക് ഒരു സർപ്രൈസ് തന്ന് ഞെട്ടിക്കാൻ വന്നതാ എന്ന് മിഥുൻ സാർ പറയാം. ആണോ, എന്നാൽ ഞെട്ടിച്ചോ എന്ന് വീണ പറയുമ്പോൾ നീന തൻ്റെ പുറകിൽ ഒളിപ്പിച്ചു വെച്ച ലഡുവിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു ലഡു എടുത്ത് വീണയുടെ വായിൽ വെച്ച് കൊടുത്ത്, കൺഗ്രാസ് ഡി, വെൽക്കം ടു കണ്ണേറ്റിങ്കര UP സ്കൂൾ. അപ്പോൾ മിഥുൻ സാറും കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. പക്ഷേ സർപ്രൈസൊക്കെ നേരത്തെ പൊളിഞ്ഞു മോളെ എന്ന് വീണ പറയുമ്പോൾ അവർ അമ്പരപ്പോടെ നോക്കുക. നമ്മുടെ സോമൻ സാർ വിളിച്ചിരുന്നോ എന്ന് മിഥുൻ സാർ ചോദിക്കുക. സോമൻ സാർ ഒന്നും വിളിച്ചില്ല. പിന്നെ ആരാ ഇവിടെ സർപ്രൈസ് പൊളിച്ചത് എന്ന് നീന ചോദിക്കുക. വേറെ വലുതായിട്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് നീന പറയുമ്പോൾ, സർപ്രൈസ് പൊളിച്ച ആളെ എന്തായാലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് വീണ പറയാം. അതാരടി ആ അവതാരം എന്ന് നീന ചോദിക്കുമ്പോൾ, ഏയ്യോ വിവേക് സാറാ കുറച്ചു മുന്നേ എന്നെ വിളിച്ച് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോഴേക്കും രാധയും രേണുവും അങ്ങോട്ട് വരിക. ഇത് കേട്ട് അവർക്ക് പിടിക്കുന്നില്ല. രാധയ്ക്കും മഹേഷിനും ആ ജോലി വേണമെന്നായിരുന്നല്ലോ അവരുടെ ആഗ്രഹം. അതെയോ, നമ്മുടെ സ്കൂളിൽ തന്നെ നിയമനമായ വിവരം വീണയോട് പറയാൻ സോമൻ സാർ വിളിക്കാൻ തുടങ്ങിയതാ. അന്നേരം ഞങ്ങളാ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ നേരിട്ട് പോയി സർപ്രൈസ് അറിയിക്കാന്ന്. സംഗതി ചീറ്റിപ്പോയല്ലോ ടീച്ചറെ എന്ന് മിഥുൻ പറയുമ്പോൾ, ചമ്മിപ്പോയി എന്ന് നീന പറയാ. എന്നാലും വിവേക് സാറേ, ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു എന്ന് നീന പറയാ. ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന രേണുവിൻ്റെ അടുത്തേക്ക് നീന ലഡു കൊണ്ട് കൊടുത്ത്, നമ്മുടെ സ്കൂളിൽ തന്നെ വീണയ്ക്ക് നിയമനമായ വിവരം അറിയിക്കാൻ വന്നതാ എന്ന് പറയാം. ഒരു ലഡു എടുത്തുകൊണ്ട് എൻ്റെ മഹേഷേട്ടന് കിട്ടേണ്ട ജോലിയായിരുന്നു എന്ന് രേണു പറയുമ്പോൾ രാധയ്ക്കും ലഡു കൊടുക്കുക. രാധ അതെടുത്ത് വേഗം അവിടെ നിന്ന് പോവുക. രേണുവാണേൽ 2 കൂടി എടുത്ത് മോനും മഹേഷേട്ടനുമാണെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുക. അവർ പോയത് നോക്കി സ്ത്രീജന്മങ്ങൾക്കത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് നീന പറയുമ്പോൾ, നിനക്കറിയാലോ അവരുടെ സ്വഭാവം. അത് പോട്ടെ, നിങ്ങൾ വാ, ഞാൻ എന്തേലും കുടിക്കാൻ എടുക്കാം എന്ന് വീണ പറയുമ്പോൾ, ഈ ക്ഷീണവും ചമ്മലുമൊക്കെ മാറാൻ തണുത്തത് തന്നെ ആയിക്കോട്ടെ എന്ന് മിഥുൻ സാർ പറയുമ്പോൾ, വാന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൊണ്ടുപോവുക വീണ. പിന്നീട് വീണ വല്യമാമയെ വിളിച്ച് ജോലിക്കാരൻ പറയുന്നതാ കാണിക്കുന്നത്. വല്യമാമയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ കുഞ്ഞിയുടെ ജോലി? അത് കിട്ടി വല്യമാമ എന്ന് വീണ പറയുമ്പോൾ സന്തോഷമായി. സരസ്വതിയുടെ ഉള്ളിൽ ഇതറിഞ്ഞ് നിറഞ്ഞു കാണും. അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നല്ലോ. വൈകാതെ കിട്ടിയല്ലോ, ഭാഗ്യം എന്ന് വല്യമ്മാമ പറയുമ്പോൾ, ഏത് സ്കൂളിലാണെന്ന് അറിഞ്ഞാൽ വല്യമ്മാമ ശരിക്കും ഞെട്ടും. ഏതാ കുഞ്ഞി എന്നെ ഞെട്ടിപ്പിക്കുന്ന സ്കൂള്? നമ്മുടെ സരസ്വതി ടീച്ചറുടെ കണ്ണേറ്റിങ്കര UP സ്കൂള്. ഇത് സരസ്വതിയുടെ അനുഗ്രഹം തന്നെ കുഞ്ഞി. അതെ വല്യമ്മാമ, ഏയ്യോ വിവേക് സാർ വിളിച്ചാ പറഞ്ഞത്. വിവേക് സാറിന് അമ്മയെപ്പറ്റി പറഞ്ഞിട്ടും തീരുന്നില്ല. അമ്മയെപ്പോലെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ടീച്ചറാവണമെന്നാ സാറ് പറഞ്ഞത് എന്ന് വീണ പറയുമ്പോൾ, കുഞ്ഞിക്ക് പറ്റും. സരസ്വതി തന്നെയാ കുഞ്ഞി നീയും. വല്യമ്മാമ, അമ്മ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കും? എല്ലാവരുടെയും പ്രതീക്ഷയിലാ എൻ്റെ പേടി എന്ന് വീണ പറയുമ്പോൾ, പേടിയൊന്നും വേണ്ട കുഞ്ഞി, സരസ്വതി ഒപ്പമുണ്ട്. കാര്യമറിഞ്ഞിട്ട് നീനയും മിഥുൻ സാറും ലഡു വാങ്ങി വന്നിരുന്നു. ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതി എനിക്ക് സർപ്രൈസ് തരാൻ വന്നതാ. വിവേക് സാർ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ എത്തിയപ്പോഴാണ് അവരറിഞ്ഞത്. സംഗതി ചീറ്റിപ്പോയി. പിന്നെ വല്യമ്മയ്ക്കുള്ള ലഡു ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, സ്കൂളിൽ ജോയിൻ ചെയ്യിക്കാൻ ഞാനങ്ങ് എത്തും കേട്ടോ. സരസ്വതിയെ ജോയിൻ ചെയ്യിക്കാൻ പോയ പോലെ ഇതും എൻ്റെ അവകാശ. അതല്ലേ വല്യമ്മ എൻ്റെ ധൈര്യം. ശരി വല്യമ്മ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. പിന്നീട് കാണിക്കുന്നത് ജോലിക്കാര്യം പറയാൻ വീണ സന്തോഷിൻ്റെ ലൈബ്രറി അടുത്തേക്ക് ചെല്ലുന്നതാണ്. റോഡരികിലേക്ക് വരുന്ന സന്തോഷിന് വീണ ലഡു കൊടുക്കുമ്പോൾ, എന്താ ഈ വഴിക്കൊക്കെ എന്ന് സന്തോഷ് ചോദിക്കുക. എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓക്കെ ആയി, ഏയ്യോ വിളിച്ചു പറഞ്ഞു എന്ന് വീണ പറയുമ്പോൾ, സന്തോഷം എന്ന് പറഞ്ഞ് കൺഗ്രാസ് പറയാ. ചേട്ടനോട് പറയണമെന്ന് തോന്നി. എനിക്ക് ജോലി കിട്ടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ആളല്ലേ. അത് സത്യമാണ്. ഡൈഹാർഡിന് സാധാരണ മൂത്ത ആൾക്കാർക്കല്ലേ കിട്ടാറ്. വീണയോട് PSCക്ക് വർക്ക് ചെയ്യാൻ ഇവിടേക്ക് വരാൻ ഞാൻ സൂചിപ്പിച്ചിട്ടും താല്പര്യമൊന്നും കാണിച്ചില്ല. അന്നേ എനിക്കൊരു ആശങ്ക തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് സന്തോഷ് പറയുമ്പോൾ, ഏയ് അത് ചേട്ടൻ പറഞ്ഞത് കേൾക്കാത്തതൊന്നുമല്ലട്ടോ. ആകെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. പലരും കൂടി ശ്രമിച്ചിട്ടാ ആശ്രിത നിയമനമായത്. സരസ്വതി ടീച്ചറെ പോലെ ആവണം കേട്ടോ എന്ന് സന്തോഷ് പറയുമ്പോൾ, എല്ലാവരും അത് തന്നെയാ പറയുന്നത്. അമ്മയെപ്പോലെ ആവാൻ അമ്മയ്ക്കല്ലേ പറ്റൂ. ആ ലേബലുണ്ടായതുകൊണ്ടാ ഏയ്യോ നേരിട്ട് എന്നെ തന്നെ വിളിച്ചത്. വിവേക് സാർ അമ്മയുടെ ടീച്ചിങ്ങിനെ പറ്റി ഗംഭീര അഭിപ്രായം പറഞ്ഞത് എന്ന് പറയുമ്പോൾ, കറക്റ്റ്, അത് നമുക്കറിയാലോ. കണ്ണേറ്റിങ്കര സ്കൂളിൽ തന്നെ നിയമനം എന്നാ
വിവേക് സാർ പറഞ്ഞത് എന്ന് വീണ പറയുമ്പോൾ, സരസ്വതി ടീച്ചർ പഠിപ്പിച്ച നമ്മൾ പഠിച്ച സ്കൂളിൽ ടീച്ചറായി കയറുമെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ? അടിപൊളി എന്ന് സന്തോഷ് പറയുമ്പോൾ, എന്ത് ഭാഗ്യ ചേട്ടാ, അമ്മയുടെ ജീവൻ്റെ ഭിക്ഷയല്ലേ ഈ ജോലി എന്ന് വീണ പറയുമ്പോൾ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ജോയിൻ ചെയ്തിട്ട് പറയണേ. എന്തായാലും എല്ലാം നന്നായി വരട്ടെ, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. ശരിയെന്ന് പറഞ്ഞ് വീണ സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുക. പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ വീണയെ കാത്തു നിൽക്കുന്ന നീന ടീച്ചറേയും മിഥുൻ സാറേയുമാണ്. കാണുന്നില്ലല്ലോ, ഇപ്പോൾ വരുമെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ ഇത് കാണുന്ന മദനൻ സാറും കമലാക്ഷി ടീച്ചറും അവരുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് മദനൻ സാർ ഒരു ചുമയൊക്കെ വരുത്തി, എന്താ വഴുക്കണ്ണുമായി രണ്ടാളും ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, വീണ വരുന്നത് നോക്കി നിന്നതാ, അതെന്താ സ്കൂളിൽ കച്ചേരിയുണ്ടോ എന്ന് മദനൻ സാർ ചോദിക്കുമ്പോൾ, സരസ്വതി ടീച്ചറുടെ മകൾ വീണ ഇന്ന് ജോയിൻ ചെയ്യല്ലേ എന്നവർ പറയുമ്പോൾ, ഇവിടുന്നേ എതിരേറ്റുകൊണ്ട് പോവുകയാണോ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുക. അല്ല, അവരെ എതിരേൽക്കാൻ ചെണ്ടയും താലപ്പൊലിയും പറഞ്ഞിരുന്നു, അവരെ ഇതുവരെ കണ്ടില്ല എന്ന് നീന ടീച്ചർ പറയാം. വലിയ സ്വീകരണം കൊടുക്കാൻ ആശ്രിത നിയമനമല്ലേ, അല്ലാതെ PSC നിയമനമൊന്നും അല്ലല്ലോ എന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോൾ, വീണ അധ്യാപികയായിരിക്കാൻ നല്ല യോഗ്യതയായ ആൾ തന്നെയാണെന്ന് നീന ടീച്ചർ പറയാം. അത് TTCയും B.Edഉം കഴിഞ്ഞ എല്ലാവരും യോഗ്യരാ, അതിൽ മികച്ചവരെ കണ്ടെത്താനാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് എന്ന് കമലാക്ഷി ടീച്ചറും. ഈ ആശ്രിത നിയമനം അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അവർക്കൊക്കെ എന്തെങ്കിലും ധനസഹായം ചെയ്യുന്നെങ്കിൽ അത്ര തന്നെ, അല്ലാതെ നിയമനങ്ങളൊക്കെ കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശരിയൊന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ യോഗ്യതയുള്ള പിള്ളേർ ഇഷ്ടം പോലെ പുറത്ത് ടെസ്റ്റ് എഴുതി കാത്തു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നും നടക്കുന്നത് എന്ന് മദനൻ സാർ പറയുമ്പോൾ, അത് മദനൻ സാർ പറഞ്ഞത് കറക്റ്റാ എന്ന് കമലാക്ഷി ടീച്ചറും പറയുക. അപ്പോൾ മിഥുൻ സാർ, നമ്മൾ വണ്ടി കയറിയ പിന്നെ ഒരിടത്തും സ്റ്റോപ്പ് വേണ്ടേ സാറേ, എല്ലാവർക്കും സർവീസ് കഴിഞ്ഞ് മാത്രം മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. നമ്മൾ ആ കാര്യത്തിൽ ദൗർഭാഗ്യവാനാണെങ്കിലും മക്കളാ സീറ്റിൽ ഇരിക്കേണ്ട അല്ലേ സാറേ, യോഗ്യരായവർ വന്നിരിക്കട്ടെ അല്ലേ ടീച്ചറെ എന്ന് പറയുമ്പോൾ, അവർ രണ്ടാളും അവിടുന്ന് പോവാൻ തുടങ്ങുക. പറഞ്ഞിട്ട് പോകണം സാറേ എന്ന് മിഥുൻ സാർ പറയുമ്പോൾ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടാളും പോവുക. സരസ്വതി ടീച്ചർ മരിച്ചപ്പോൾ ഇതൊന്ന് അടങ്ങി തുടങ്ങിയതാ, പിന്നെയും ആക്കി തുടങ്ങിയല്ലോ സാറേ എന്ന് കമലാക്ഷി ടീച്ചർ പറയാം. ഇതിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് നല്ലത് വല്ലതും പ്രതീക്ഷിക്കണോ എന്ന് കമലൻ സാർ പറയുമ്പോൾ, ഇനിയിപ്പോൾ ജൂനിയർ സരസ്വതി ടീച്ചറുടെ ജാട കൂടി കാണേണ്ടി വരുമല്ലോ, ആ പെങ്കൊച്ച് നല്ല അഹങ്കാരിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് കമലാക്ഷി ടീച്ചർ പറയാം. ഈ നീന ടീച്ചറുടെ കൂടെ പഠിച്ചതാ, അപ്പോൾ അഹങ്കാരി തന്നെ ആയിരിക്കും എന്ന് മദനൻ സാർ പറഞ്ഞ് അവർ സ്കൂളിനകത്തേക്ക് പോവുക. അപ്പോഴാണ് ഓട്ടോയിൽ വീണയും വല്യമ്മയും കൂടി വന്നിറങ്ങുന്നത്. ഓട്ടോയോട് അവിടെ പാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് വല്യമ്മ. നീന വല്യമ്മയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ഓരോന്ന് പറഞ്ഞ് അവർ പിന്നെയും സരസ്വതി ടീച്ചറിൽ തന്നെ എത്തുക. എത്ര നല്ലൊരു ദിവസമായിട്ട് സരസ്വതി ടീച്ചറെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വല്യമ്മ പറയുമ്പോൾ, അതേ സത്യം, ടീച്ചറമ്മയെ മറന്നിട്ട് നമുക്കൊന്നുമില്ല എന്ന് നീനയും പറയാം. സ്കൂളൊക്കെ ആകെ ഒന്ന് നോക്കി, സ്കൂൾ ആകെ മാറിപ്പോയെന്ന് വല്യമ്മ പറയുക. ഞാനിവിടെ സരസ്വതിയെ ജോയിൻ ചെയ്യിക്കാൻ വരുമ്പോൾ അവിടെ 2 ഓലയിട്ട ഷെഡാ, ഇവിടെ അടച്ചുറപ്പില്ലാത്തൊരു ഓഫീസും, പിന്നെ ഞാനിങ്ങോട്ട് വരുന്നത് ഇന്നാ. എന്തായാലും 2 ആളെയും ജോയിൻ ചെയ്യിക്കാൻ വരാൻ പറ്റി, അതൊക്കെ ഒന്ന് ഓർത്തുപോയി എന്ന് വല്യമ്മ പറയുമ്പോൾ, എന്നാൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് മിഥുൻ സാർ പറയുമ്പോൾ എല്ലാവരും സ്കൂളിനകത്തേക്ക് പോവുക. അപ്പോൾ വീണ ടീച്ചറമ്മയുടെ മോളെ വിളി കേട്ട് തിരിഞ്ഞു നിൽക്കുക. അവിടെ മരച്ചുവട്ടിൽ സരസ്വതി ടീച്ചർ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുക. അവൾ അടുത്തേക്ക് വരുമ്പോഴേക്കും ആ മരം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അത് കണ്ട് കരഞ്ഞുകൊണ്ട് അവൾ പിന്നെയും തിരിഞ്ഞ് സ്കൂളിലേക്ക് പോവുക. സ്കൂളിനകത്തേക്ക് കയറിയ വീണയെ കണ്ട് 2-3 കുട്ടികൾ, ആ ചേച്ചി ആരെന്നറിയോ, നമ്മുടെ ടീച്ചറമ്മയുടെ മോളാ, ചേച്ചി ഇവിടെ ടീച്ചറായി വരുമെന്ന് അമ്മ പറഞ്ഞു. ടീച്ചറമ്മയ്ക്ക് പകരാണോ? ആ, ഇന്ന് ജോലിക്ക് കയറാൻ വന്നതാ എന്നൊക്കെ അവർ സന്തോഷത്തോടെ പറയാ. പിന്നീട് അവർ സോമൻ സാറെ കാണുന്നതാണ് കാണിക്കുന്നത്. AEO വിവേക് സാർ അപ്പോയിൻമെൻ്റ് ആയപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഈ സ്കൂളിൽ തന്നെ കിട്ടിയത് വിവേക് സാറിൻ്റെ പ്രത്യേക താല്പര്യത്തിലാ എന്ന് സോമൻ സാർ പറയുമ്പോൾ, എന്നെ AEO സാർ വിളിച്ചിരുന്നു എന്ന് വീണ പറയാ. എന്നോട് നമ്പർ ചോദിച്ച് വാങ്ങിയിരുന്നു, അതും പറഞ്ഞിരുന്നു, അമ്മയെ മാതൃകയാക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് വീണ പറയുമ്പോൾ, സാറ് കഴിഞ്ഞ ഇൻസ്പെക്ഷന് വന്നപ്പോൾ സരസ്വതി ടീച്ചറുടെ ക്ലാസ്സിൽ ശരിക്കും ഇംപ്രഷനായി, അതും പറഞ്ഞിരുന്നു അമ്മ ആശാൻ്റെ പുഷ്പവാടി ക്ലാസ്സിൽ അവതരിപ്പിച്ച കാര്യം എന്ന് വീണ പറയുമ്പോൾ, സരസ്വതി ടീച്ചർ കവിതകളൊക്കെ ആലപിച്ച് കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കും. അതേ, വീണയിൽ നിന്നും ഒരു കവിത കുട്ടികൾ പ്രതീക്ഷിക്കും എന്ന് സോമൻ സാർ പറയുമ്പോൾ, അമ്മയെ വെച്ചാ സാർ ഇവിടെ എല്ലാവരുടെയും പ്രതീക്ഷ. ടീച്ചിങ് പ്രാക്ടീസ് സമയം മുതൽ ആ പ്രതീക്ഷ എനിക്ക് പേടിയാ. പേടിയൊന്നും വേണ്ട, സരസ്വതി ടീച്ചർക്ക് സ്കൂൾ സ്വന്തം വീട് പോലെ ആയിരുന്നു. വീണയും അങ്ങനെ കരുതിയാൽ മതി.
ഞാൻ സരസ്വതി ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അമ്മയെ മനസ്സിൽ വിചാരിച്ച് തുടങ്ങുക, എല്ലാം നന്നായി വരും എന്ന് സോമൻ സാർ പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ അങ്ങോട്ട് വരിക. ടീച്ചർ അവളെ പിടിച്ച് ആകെയൊന്ന് നോക്കി നിൽക്കുക. കൺഗ്രാസ് വീണ, സരസ്വതി ടീച്ചറുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സോമൻ സാർ പറയുമ്പോൾ സരസ്വതി വീണയ്ക്കൊപ്പം ഉണ്ടാവും സാറേ, അതെനിക്ക് ഉറപ്പാ എന്ന് വല്യമ്മാമ പറയാ. ബാഗൊക്കെ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് ധൈര്യമായി ക്ലാസ് റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചറോട് വീണയ്ക്ക് ക്ലാസ് റൂം കാണിച്ചു കൊടുക്കാൻ പറയുക സോമൻ സാർ. വീണ അപ്പോൾ വല്യമാമയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുക. എന്നിട്ട് മേരിക്കുട്ടി ടീച്ചറുടെ കൂടെ പോവുക. സ്റ്റാഫ് റൂമിലെത്തിയ മേരിക്കുട്ടി ടീച്ചർ അമ്മയുടെ മേശ കാണിച്ചു കൊടുത്ത് ഇനി ഇത് മോൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുക. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ പോവുക. വീണ അമ്മയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ പിന്നെയും അമ്മയുടെ ശബ്ദം കേൾക്കുക. അമ്മ മേശയുടെ അപ്പുറത്തിരിക്കുന്ന പോലെ അവൾക്ക് തോന്നുക. അവൾ അമ്മേ, വല്യമ്മാമ ഇപ്പം കൂടി പറഞ്ഞേ ഉള്ളൂ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ കുഞ്ഞി? എനിക്കറിയാം അമ്മയ്ക്ക് പോവാൻ പറ്റില്ല എന്ന്. ഏയോയും സോമൻ സാറും ഒക്കെ പറയുന്നത് അമ്മയെ മാതൃകയാക്കണമെന്നാ. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് വയ്യമ്മ എന്ന് വീണ പറയുമ്പോൾ അമ്മയുടെ ഊർജം ഒപ്പമുണ്ട് കുഞ്ഞി, എനിക്കത് മതിയമ്മ. പക്ഷേ എന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചർ അവിടെ നിന്ന് എണീറ്റ് പോവുക. വീണ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിച്ച് മേശപ്പുറത്ത് തലവെച്ച് കിടക്കുക. പിന്നീട് കാണിക്കുന്നത് സരസ്വതി ടീച്ചറുടെ ക്ലാസ്സിലേക്ക് വീണയും കൊണ്ട് സോമൻ സാറും മേരിക്കുട്ടി ടീച്ചറും വരിക. കുട്ടികൾ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുക. സോമൻ സാർ അപ്പോൾ എല്ലാവരെയും ഇരിക്കേ, ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക. പ്രീത മെമ്പറുടെ മോൾ ദിവ്യ എണീറ്റ് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം സാറേ എന്ന് എല്ലാവരും കൂടി പറയാം. എന്നാ പറ നോക്കട്ടെ. ടീച്ചർ അമ്മയുടെ മോളാ എന്ന് ദിവ്യ പറയാ. നിങ്ങൾക്കറിയാമല്ലേ, അപ്പോൾ എൻ്റെ ജോലി കുറഞ്ഞു. നിങ്ങളുടെ പുതിയ ടീച്ചറാ, പേരറിയാമോ? അറിയാം സാറേ, വീണ. മിടുക്കി, ഇതാണ് നമ്മുടെ പുതിയ ടീച്ചർ, വീണ ടീച്ചർ. മരിച്ച സരസ്വതി ടീച്ചറുടെ മകളാ. എല്ലാവരും വലിയ കയ്യടിയോടെ ടീച്ചറെ നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യണം എന്ന് പറയുമ്പോൾ കുട്ടികൾ കൈയടിക്കുക. ക്ലാസ് നടക്കട്ടെ, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് സോമൻ സാർ അവിടെ നിന്ന് പോവുക. മേരിക്കുട്ടി ടീച്ചർ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് സരസ്വതി ഓർത്തു തുടങ്ങിക്കോ, അവളും നിന്റെ ഒപ്പം തന്നെ കാണും എന്ന് പറഞ്ഞു പോവുക. കൂട്ടുകാരെ എന്ന് വീണ വിളിക്കുക. ടീച്ചറെ കാണാൻ ടീച്ചറമ്മയെ പോലെ തന്നെയുണ്ട് എന്നൊരു കുട്ടി പറയുക. പിന്നീട് ദിവ്യ എല്ലാവരും നീന ടീച്ചർ വന്നെന്ന് സരസ്വതി ടീച്ചറെ ടീച്ചറമ്മയെന്ന് വിളിച്ചതൊക്കെ പറയുക. സരസ്വതി ടീച്ചറുടെ ചുറ്റും കൂടി കുട്ടികൾ ടീച്ചറമ്മ എന്ന് വിളിക്കുന്നതൊക്കെ കാണിക്കുക. വീണ ടീച്ചർ എല്ലാവരെയും പരിചയപ്പെടുക. ടീച്ചറെ ഇന്ന് പഠിപ്പിക്കേണ്ട, കഥ മതി എന്നൊരു കുട്ടി പറയുമ്പോൾ നീയൊക്കെ വലുതായില്ലേ? ഇല്ല, എന്നാൽ ഞാനൊരു കവിത ചൊല്ലാം എന്ന് പറയുമ്പോൾ അത് മതി. ഇത് അമ്മയെക്കുറിച്ച് മുരുകൻ കാട്ടാക്കട എന്ന കവി എഴുതിയതാണ്. ടീച്ചർ അമ്മയെക്കുറിച്ചാണോ ടീച്ചറെ എന്നൊരു കുട്ടി ചോദിക്കുക. അതേന്ന് പറഞ്ഞ് വീണ ഈണത്തിൽ കവിത ചൊല്ലുക. കുട്ടികൾ കവിതയിൽ ലയിച്ചിരിക്കുക. വീണ കവിത ചൊല്ലുമ്പോൾ അവളുടെ പുറകിലായി ടീച്ചറമ്മ വന്ന് കുറച്ച് സമയം നിന്ന് അവിടെ നിന്ന് പോകുന്നത് കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.